ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള വിശ്വാസികളെ, പരിശുദ്ധ റമളാനിലാണ് നമ്മൾ യാദർശികമായി ഒരു വീട് സന്ദർശിക്കാനിടയായി. ഇദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ ഖാദർ. കാസർഗോഡ് മഞ്ചേശ്വരം പൈവളിക ഭാഗത്താണ് നമ്മളുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പ്രയാസം നമ്മോട് പങ്കിട്ടു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അധ്വാനിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയ കാല് ഒരു രോഗം ബാധിച്ച് പെട്ടെന്നൊരു സർജറി ചെയ്യേണ്ടി വന്നു. അങ്ങനെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും, ഈ ഒരു ഭാഗമാണ് മുറിച്ചെടുത്തത്. ഇപ്പോൾ കാലില്ലാത്ത ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പുള്ളിയുള്ളത്. ഇപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ചെലവിന് വേണ്ടിയുള്ള തുകയോ ഒന്നുമല്ല. നിത്യജീവിതത്തിന് ആരെങ്കിലും എന്നെ സഹായിക്കണം, അതൊന്നും മൂപ്പര് നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ഈ ഒരു കാല്, ഈ വെപ്പ് കാല് ഇതൊന്ന് മാറ്റി വെക്കാൻ ഏകദേശം 1,25,000 നമുക്ക് ചിലവ് വരുന്നുണ്ട്. അന്വേഷിക്കുമ്പോൾ 1,06,000 ഇതിൻ്റെ ചിലവ് വരുന്നുള്ളത്. ഇതിൻ്റെ പിന്നെ പോക്ക് വരവ് ചിലവിലാകുമ്പോൾ ഏകദേശം 1,25,000 ചിലവ് വരുന്നുണ്ട്. കാല് മാറ്റി വെക്കാനുള്ള കാരണം ഈ പഴയ കാല് പിന്നെ ഇത് നേരെ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് മാറ്റി വെക്കാൻ കുറച്ച് ക്വാളിറ്റിയുള്ള കാലിനാണ് ഈ ഒരു തുക പറഞ്ഞത്. അതോടൊപ്പം മറ്റൊരു കാര്യം പറയാം, ഇദ്ദേഹം സക്കാത്തിൻ്റെ അവകാശി കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും ഈ ഒരു സാഹചര്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഇടപെടാം. അള്ളാഹു നമ്മെ സഹായിക്കും. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ ഈ ഒരു വീഡിയോയുടെ വിശ്വസ്തതയ്ക്ക് വേണ്ടി നമ്മുടെ സുഹൃത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ യൂത്ത് സെക്രട്ടറി കലീമുള്ള, പിന്നെ നമ്മുടെ അടുത്തുണ്ട് അതുപോലെ ഹമീദ്, മഹൽ നിവാസിയാണ്, അതുപോലെ തന്നെ മൂസബ്ബ, ഇവരൊക്കെ പരിസരത്തുള്ള ആളുകളാണ്. സലഫി പള്ളിയുടെ ഇമാമായ അനസ് ഉസ്താദും കൂടി ഇവിടെ നമ്മുടെ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. മൂപ്പരും 1-2 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ സാഹചര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കൗല് നിങ്ങളോട് പറയുകയാണ്, മദീന പള്ളിയിൽ 30 ദിവസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത ഉള്ളത് നമ്മുടെ സഹോദരൻ്റെ ഒരു പ്രയാസം നീക്കി കൊടുക്കലാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് എല്ലാവരും ഇതിനുവേണ്ടി സഹകരിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.